എറണാകുളം പള്ളുരുത്തിക്കോണം പ്രദേശത്ത് പൊക്കാളിപ്പാടം വ്യാപകമായി നികത്തുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള പ്രാദേശിക തല നിരീക്ഷണ സമിതി അംഗങ്ങളുടെ ഒത്താശയിലാണ് വയൽ നികത്തുന്നത്. പ്രദേശവാസികൾ റവന്യൂ അധികാരികളെ അറിയിച്ചിട്ടും നികത്ത് തകൃതിയായി തുടരുകയായിരുന്നു. പ്രതിഷേധം ആർടിഒയുടെ മുന്നിലെത്തിയതോടെ നികത്ത് തടഞ്ഞ് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇതേസമയം പാടം നീക്കിയതോടെ നീരൊഴുക്ക് തടസ്സപ്പെട്ട് സമീപത്തെ വീടുകളിൽ വെള്ളം കയറുകയാണ്. എറണാകുളം പള്ളുരുത്തി കോണം പ്രദേശത്തെ KR നാരായണൻ റോഡിനോട് ചേർന്നുള്ള 3.5 ഏക്കറിലധികം വരുന്ന പൊക്കാളിപ്പാടമാണ് അനധികൃതമായി നികത്തുന്നത്. നികത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പള്ളുരുത്തി വില്ലേജ് ഓഫീസിൽ വിവരം ധരിപ്പിച്ചെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പരാതി. നിലവിൽ വയലോ തണ്ണീർത്തടമുമായി കാണപ്പെടുന്ന ഭൂമിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ റവന്യൂ അധികൃതരുടെ അനുമതി വേണം. എന്നാൽ രാഷ്ട്രീയ പ്രതിനിധികളും കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും അടക്കമുള്ള പ്രാദേശിക തല നിരീക്ഷണ സമിതി അംഗങ്ങളിൽ ചിലരുടെ കൂടി ഒത്താശയിൽ ഇവിടെ നികത്ത് നിർബാധം തുടരുകയായിരുന്നു. വില്ലേജ് ഓഫീസറൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ട് വില്ലേജ് ഓഫീസർക്ക് ശരിക്കും നടപടി എടുക്കായിരുന്നു. എത്രയും വലിയ തണ്ണീർത്തടമാണ്. എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന ദിവസമാണ് നികത്ത് തുടങ്ങിയത്. എത്രയും കാലാവസ്ഥ മോശമായ അവസ്ഥയിലും വില്ലേജ് ഓഫീസർ ഒരു നടപടി എടുക്കാതെ നേരെ RDOക്ക് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് ഈ സ്ഥലം നികത്തുന്നവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു 10 ദിവസം കൂടി അവധി വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് നേടിക്കൊടുക്കുകയാണ് ചെയ്തത്. ആ 10 ദിവസം കൊണ്ടാണ് അവർ എത്ര നികത്തിയേക്കുന്നത്. RDOയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ഉത്തരവിട്ടെങ്കിലും അത് നടപ്പാക്കുന്നതിലും വില്ലേജ് ഓഫീസർ കാലതാമസം വരുത്തിയതായി നാട്ടുകാർ പറയുന്നു. ഉച്ചക്ക് 2 മണിക്ക് RDO മെയിൽ അയച്ചിട്ടും അത് നോക്കാൻ പോലും വില്ലേജ് ഓഫീസർ തയ്യാറായില്ല. പുള്ളി പറയുന്നത് ഞാൻ ഇനി മെയിൽ നോക്കുന്നത് വൈകിട്ട് 5 മണിക്കായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത്രക്ക് സപ്പോർട്ടാണ് വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസിലെ ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. 1148/10 സർവേ നമ്പറിൽപ്പെട്ട ഭൂമിയാണ് നികത്തിയിട്ടുള്ളത്. ഇതിനോടകം 60 സെന്റിലധികം പാടം നികത്തി കഴിഞ്ഞു. ഇതോടെ പെയ്ത്തുവെള്ളം കനാലിലേക്ക് ഒഴുകി മാറുന്ന നീർച്ചാലും അടഞ്ഞു. നിലവിൽ മഴ പെയ്താലും കായലിൽ വേലിയേറ്റമുണ്ടായാലും പ്രദേശത്തെ വീടുകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉള്ളത്. എൻ്റെ വീട്ടിൽ പോലെ അടുക്കള പോലും മാറ്റി വെച്ചേക്കണം വെള്ളം കയറിയിട്ട്. മഴ വെള്ളം കയറി ഇത് നികത്തുമ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഒന്നുമില്ല. ഇത് മൊത്തം ഇവർ നികത്തുന്നത് നിയമവില എന്താണെന്ന് അറിയാൻ പാടില്ല. അവിടെ ബസ് സ്റ്റോപ്പ് പോലെ എന്ന് പറഞ്ഞാൽ മൊത്തം പാടം നികത്തി വെച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ ഒന്നുമില്ല. ഒരാൾക്ക് ഒരു സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നികത്താൻ പറ്റൂല, വീട് വെക്കാൻ പറ്റും സാധാരണക്കാർക്ക്. നികത്തിയ പാടത്തെ മണൽ നീക്കി പൂർവ്വസ്ഥിതിയിലാക്കും വരെയും പോരാട്ടം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.